കിളിമാനൂർ പാപ്പാലയിലുണ്ടായ വാഹന അപകടം നടന്നിട്ട് 20 ദിവസങ്ങൾ കടന്നു പോകുമ്പോഴാണ് പോലീസ് മുഖ്യപ്രതി വിഷ്ണുവിനെ നെയ്യാറ്റിൻകര കാരംകോണത്തു നിന്നും പിടികൂടിയത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ബൈക്കിന് പിന്നിൽ നിയന്ത്രണം വിട്ട ജീപ്പ് ഇടിച്ച് കുമ്മിൾ പുതുക്കോട് സ്വദേശിനി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവ് രജിത്തും മരണപ്പെട്ടു. ഒന്നും അന്വേഷിക്കാതെ കിളിമാനൂർ പോലീസ് പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തി. നാട്ടുകാരും ബന്ധുക്കളും രജിത്തിന്റെ മൃതദേഹവുമായി കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. പിറ്റേന്ന് കിളിമാനൂർ SHOയ്ക്കും കൂട്ടുകാർക്കും സസ്പെൻഷൻ. അന്വേഷണത്തിന് ആറ്റിങ്ങൽ DSP മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം വന്നു. വിഷ്ണുവിനെ പിടികൂടി. അപകടം നടക്കുമ്പോൾ ജീപ്പിൽ വിഷ്ണുവിന് പുറമെ 2 പേർ കൂടി ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. രണ്ടുപേരെ ഉള്ള എത്ര പേര്? എന്നാൽ പുതിയ അന്വേഷണ സംഘം ഇത് തള്ളുകയാണ്. കിളിമാനൂർ പോലീസ് ജാമ്യം നൽകിയതോടെ അംബികയുടെ മരണത്തോടെ വിഷ്ണു ഒളിവിൽ പോയി. മുൻകൂർ ജാമ്യത്തിനായുള്ള വിഷ്ണുവിന്റെ ശ്രമവും പരാജയപ്പെട്ടു. വകുപ്പ് 304 പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. വിഷ്ണുവിനെ വൈദ്യപരിശോധനയ്ക്കായി വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. മറ്റുള്ള കേസുകളിലെല്ലാം മാധ്യമങ്ങളെ വിളിച്ച് പ്രതികളെ അവർക്ക് മുന്നിൽ പച്ചയ്ക്ക് നിർത്തുന്ന പോലീസിന് വിഷ്ണുവിനെ പുറത്തു കാട്ടാൻ വലിയ വരുത്തം.